രാജ്യത്തെ കുഴൽക്കിണറുകളുടെ എണ്ണമെടുക്കാൻ കേന്ദ്രം. ഭൂഗർഭജല ശേഖരണത്തിന്റെ അളവ് വൻതോതിൽ കുറയുന്നു എന്ന കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലാണ് ഇത്. ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് കുഴൽക്കിണറുകൾക്കുണ്ട്. അടുത്ത വർഷമാണ് കുഴൽക്കിണർ സെൻസസ് നടക്കുന്നത്. സെൻസസിന്റെ പ്രാരംഭ നടപടികൾ കേന്ദ്ര ഭൂഗർഭജല ബോർഡ് ആരംഭിച്ചു. സംസ്ഥാനങ്ങളോട് ഭൂഗർഭജല അളവ് റിപ്പോർട്ടുകൾ തേടി. 2011 മുമ്പ് കുഴൽക്കിണർ എണ്ണമെടുത്തത്. മഴ കൂടിയിട്ടും 2022 അപേക്ഷിച്ച് രാജ്യത്തെ ഭൂഗർഭ ജലവിധാനത്തിൽ കുറവുണ്ടായതോടെയാണ് കണക്കെടുപ്പ് നടന്നത്. യുണിസെഫിന്റെ സഹായത്തോടെ 1970കളിലാണ് ഇന്ത്യയിൽ ആദ്യമായി കുഴൽക്കിണർ ജലപദ്ധതി ആരംഭിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം രാജ്യത്ത് 3.3 കോടി കുഴൽക്കിണറുകളുണ്ട്. കേരളത്തിൽ 3.23 ലക്ഷം. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ. ഇവയിലൂടെ ശേഖരിക്കുന്നത് 60% ജലവും കാർഷികാവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. 20% വ്യാവസായിക ആവശ്യങ്ങൾക്കും കേരളത്തിൽ 55% വീട്ടാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കുമായി ഏറ്റവും അധികം ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ഗ്രാമീണ മേഖലയിൽ 80% ഗാർഹിക ആവശ്യങ്ങൾക്ക് ഭൂഗർഭജലത്തെ ആശ്രയിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കുറവില്ലെങ്കിലും ഭൂഗർഭ ജലശേഖരത്തിന്റെ അളവിൽ ഇടിവുണ്ടാകുന്നതായാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. ഭൂഗർഭ ജലവിധാനത്തിൽ സുരക്ഷിത യൂണിറ്റുകളായി കണക്കാക്കിയിരുന്ന കോഴിക്കോട്, ശാസ്താംകോട്ട, വർക്കല എന്നിവിടങ്ങളിലെ സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലേക്ക് മാറിയതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.